സോറി പൊന്നെ, ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? വാത്സല്യത്തോടെ ആ പെൺകുട്ടിയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അനിയത്തിയോട് എന്ന പോലെയുള്ള വാത്സല്യമാണ് മാധവൻ്റെ ശബ്ദത്തിലെങ്കിലും മറ്റൊരു പെൺകുട്ടിയെ അവൻ പൊന്നെ എന്ന് വിളിച്ചപ്പോൾ തീർത്തയ്ക്ക് കുഞ്ഞു കുശുമ്പ് തോന്നി. അവൾ മാധവനോട് അല്പം കൂടി ചേർന്ന് നിന്നു. ഇതാണല്ലേ തീർത്ത ചേച്ചി? ചിന്നു പറഞ്ഞിരുന്നു. ആ പെൺകുട്ടി തീർത്തയെ നോക്കി ചിരിച്ചപ്പോൾ തന്നെ കളിയാക്കിയതാണോ എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. അതെ, മാധവ് വലങ്കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ, കൈവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പോഴും ആ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യത്തിൽ തീർത്തയ്ക്ക് സംശയമുണ്ടായിരുന്നു. തീർത്ത, ഇത് മാളവിക, മാളൂന്ന് വിളിക്കും. നമ്മുടെ ചിന്നുവിൻ്റെ കൂടെ അംഗൻവാടി മുതൽ +2 വരെ പഠിച്ചതാ. പിന്നെ നമ്മുടെ റിലേഷനുമാണ്. ഇപ്പോൾ മെഡിസിന് സീറ്റ് കെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. തീർത്തയുടെ മുഖത്തെ സംശയത്തിൻ്റെ ചുളിവുകൾ കണ്ട് മാധവ് ആ പെൺകുട്ടിയെ അവൾക്ക് പരിചയപ്പെടുത്തി. തീർത്ത മെല്ലെ ഒന്ന് ചിരിച്ചു. നിങ്ങൾ മേലേടത്തേക്കാണോ? എന്നാ ഞാനും വരുന്നുണ്ട്. ചിന്നുവിനെയും പാർവതി വല്യമ്മയും ജാനകി അമ്മയും കാണണം, മാളു ചോദിച്ചു. അവർ വീട്ടിലില്ല മാളു, ചിറക്കൽ കുടുംബക്ഷേത്രത്തിൽ പോയേക്കുവാ, മാധവ് പറഞ്ഞു. ആണോ? എന്നാ എന്നെ ജംഗ്ഷനിൽ ഒന്ന് ഇറക്കാമോ? മീനു ഉണ്ട് അവിടെ. അല്ലെങ്കിൽ ഞാൻ അവിടം വരെ നടക്കേണ്ടി വരും, പാവാടത്തുമ്പോൾ അല്പം ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അതിനെന്താ? മാധവ് അത് പറഞ്ഞു തീർന്നതും മാളു ഫ്രണ്ട് സീറ്റിലേക്ക് ചാടി കയറി. അത് കണ്ട് തീർത്തയുടെ മുഖം അനിഷ്ടത്താൽ ചുളിഞ്ഞു. എന്നാൽ മാധവ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് നടന്നു. വീർപ്പിച്ച മുഖവുമായി തീർത്ത ബാക്ക് സീറ്റിലേക്ക് കയറി. പിന്നെ അങ്ങോട്ട് വാ തോരാതെയുള്ള മാളുവിൻ്റെ സംസാരമായിരുന്നു. അവൾ സംസാരിക്കുന്നതെല്ലാം മാധവേട്ടനോടായതുകൊണ്ട് അവർക്കിടയിൽ ഒരു അധികപ്പറ്റ പോലെ തീർത്തിയിരുന്നു. ഇവരുടെ കുടുംബത്തിൽ എല്ലാം എന്താ ഇങ്ങനെ? പുറത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് തീർത്ത ഈർഷ്യത്തോടെ മനസ്സിലോർത്തു. തീക്ഷ്ണമായ എന്തോ ഒന്ന് തന്നിൽ പതിക്കുന്നത് പോലെ തോന്നിയപ്പോൾ തീർത്ത മുന്നിലേക്ക് നോക്കി. റിയൽ മിററിലൂടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് മാധവ്. അവൻ്റെ ചുടികളിൽ ചെറുപുഞ്ചിരി തങ്ങി നിന്നിരുന്നു. അവളുടെ അനിഷ്ടം അവന് മനസ്സിലാകുന്നുണ്ട്. മെല്ലെ മെല്ലെ കണ്ണടച്ച് കാണിച്ചപ്പോൾ അവൾ പതിഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. മുൻപിലേക്ക് വാ. ജംഗ്ഷനിൽ മാളുവിനെ ഇറക്കി കഴിഞ്ഞപ്പോൾ പിറകിലേക്ക് നോക്കി മാധവ് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, പരിഭവത്തിൽ കവിൾ പിരിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതെന്താ? മാധവ് പുരികമുയർത്തി. ഒന്നുമില്ല. തീർത്ത നോട്ടം തെറ്റിച്ചു. കുഞ്ഞി പിള്ളേരെ പോലെ വാശി കാണിക്കാതെ മര്യാദയ്ക്ക് കയറിയിരിക്കെ. മാധവിൻ്റെ ശബ്ദം തെല്ല് കനത്തു. മനസ്സില്ലാ മനസ്സോടെ എന്ന പോലെ തീർത്ത ബാക്കിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞു കുട്ടികളുടെ പോലെ അവളുടെ മുഖഭാവങ്ങൾ കണ്ട് മാധവിന് ചിരി പൊട്ടിയെങ്കിലും അവനത് അമർത്തിപ്പിടിച്ചു. അവിടെ നിന്നും അവർ നേരെ പോയത് പാർവതിയുടെയും ജാനകിയുടെയും കുടുംബക്ഷേത്രത്തിലേക്കാണ്. അവിടെ അധികം തിരക്കില്ല, ചിറക്കൽ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തിട്ട് മാധവും തീർത്തയും അമ്പലത്തിനടുത്തേക്ക് നടക്കുമ്പോൾ തൊഴുതു കഴിഞ്ഞ് പാർവതിയും ജാനകിയും ചിന്നുവും ചുറ്റമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. മാധവിനൊപ്പം തീർത്തയെ കണ്ട് പാർവതിയുടെ മുഖം ഇരുണ്ടു. ഈ നശൂലത്തിനെയും കൊണ്ട് അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവർ പല്ല് ഞെരിച്ചു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേഗത്തിൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പാർവതി ചോദിച്ചു. എന്തേ? അമ്മയുടെ മുഖത്തെ അമർഷത്തിൻ്റെ കാരണം മാധവിന് മനസ്സിലായില്ല. അല്ല, ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു, അതാ, അമർഷം അടക്കി പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു. അതിനെന്താ, ഞങ്ങളൊന്ന് തൊഴുതിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് മാധവ് അമ്മയെയും കടന്ന് പടവുകൾ കയറി ക്ഷേത്രത്തിലേക്ക് നടന്നു. പിറകെ തീർത്തയും. കോപം കൊണ്ട് പാർവതിയുടെ മുഖം വിറച്ചു. അവളെയും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടിനെയും ആ അമ്പലത്തിലേക്ക് വിട്ടത്. അപ്പോൾ ദേ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. ഇനി എൻ്റെ കുടുംബക്കാരോടൊക്കെ ഞാൻ എന്ത് പറയും? അവൾ അമർഷത്തോടെ പിറുപിറുത്തു. എന്താ വല്യമ്മേ? ഇലച്ചീന്തിൽ പ്രസാദവുമായി ചിന്നു അവരുടെ അടുത്തേക്ക് വന്നു. അവൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബക്കാർക്ക് പറഞ്ഞു നടക്കാൻ ഒരു കഥയായി. ചുറ്റമ്പലത്തിൻ്റെ അടുത്ത് തീർത്തയോട് സംസാരിക്കുന്ന പാർവതിയുടെയും ജാനകിയുടെയും അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയായ സുലോചനയെ നോക്കി പാർവതി അമർഷത്തോടെ പറഞ്ഞു. അവരെന്തൊക്കെ ചെയ്താലും തൽക്കാലത്തേക്കെങ്കിലും ക്ഷമിച്ചേ പറ്റൂ. മാധവേട്ടൻ്റെ ദോഷം തീരണം, അതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി എന്തും സഹിക്കാൻ വല്യമ്മ തയ്യാറാവണം. ഇലയിൽ നിന്നും ചന്ദനമെടുത്ത് ചിന്നു വല്യമ്മയുടെ നെറ്റിയിൽ തൊടുവിച്ചു. ചന്ദനത്തിൻ്റെ തണുപ്പ് നെറുകിയിലാഴ്ന്നപ്പോൾ പാർവതി ഒന്ന് നെടുവീർപ്പിട്ടു. അമ്പലത്തിൽ വെച്ച് മാധവൻ്റെ ഒരുപാട് ബന്ധുക്കൾ തീർത്തയെ പരിചയപ്പെട്ടു. കല്യാണത്തിന് വിളിച്ചില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരിഭവം. എന്നാലും അതൊന്നും അവരാരും തീർത്തയോട് പ്രകടിപ്പിച്ചില്ല. അവരുടെ കുടുംബത്തിലെ ഒരാളെപ്പോലെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു.
അവരൊന്നും പാർവതിയുടെ പോലെയല്ല എന്ന് അവൾക്ക് തോന്നി. എല്ലാവരും എത്ര മാന്യമായിട്ടാണ് തന്നോട് സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മാധവേട്ടൻ്റെ അമ്മ മാത്രം ഇങ്ങനെയായിപ്പോയത്? തിരിച്ചുള്ള യാത്രയിൽ മുഴുവൻ തീർത്ഥയുടെ ചിന്ത ഇതായിരുന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് പാർവതിയുടെയും ജാനകിയുടെയും തറവാടായ ചിറക്കിൽ കയറണമെന്ന് മാധവന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പാർവതി സമ്മതിച്ചില്ല. വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയോ തിരക്കുകളുണ്ടെന്ന് അവർ സ്ഥാപിച്ചെടുത്തു. ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെയാണോ? വൈകുന്നേരം മാധവനും ചിന്നുവിനൊപ്പം പൂമുഖത്തും ഒതുക്കുകളിലും ചിരാതുകൾ നിരത്തുകയായിരുന്ന തീർത്ത ആകാംക്ഷയോടെ ചോദിച്ചു. ആ, ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ ഇതിങ്ങനെയൊക്കെയാണ്. തീർത്ഥയുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലേ? മാധവ് ചിരാതുകളിൽ തിരി നൂലിടുകയായിരുന്നു. ഇല്ല, തൻ്റെ ഓർമ്മകളിൽ പോലും ഒരു ആഘോഷവും ഉണ്ടായിട്ടില്ല എന്ന് വേദനയോടെ അവൾ ഓർത്തു. അത് കേട്ട് ചിന്നു അമർത്തി ചിരിച്ചു. ഇവിടെ ഒരുവിധം പെട്ട എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട്. അമ്മയ്ക്കും ചിറ്റയ്ക്കുമൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ്. ആദ്യമൊക്കെ ബന്ധുക്കളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ മിക്കവരും പുറത്താണ്. അവൻ എഴുന്നേറ്റൊന്ന് നടുനിവർത്തി. അച്ചമ്മ വരുമോ ഇന്ന്? അവൾ ചോദിച്ചു. വല്യമ്മയും അച്ഛനും മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അവൻ വീണ്ടും തിരുനൂലിടാൻ തുടങ്ങി. ഇല്ല, അച്ചമ്മ വരില്ല. വല്യമ്മയുടെ വീട്ടിൽ നിന്നും ആരൊക്കെയോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇന്ന് വരില്ലെന്ന് പറഞ്ഞു. ഒരു സൈഡിൽ നിന്നും ചിരാതിൽ എണ്ണയൊഴിച്ച് വരികയാണ് ചിന്നു. ആണോ? മാധവ് അവളെ നോക്കി. ചിന്നു തലയാട്ടി. അപ്പോഴേക്കും അങ്ങോട്ട് പാർവതി വന്നു. മാധവ്, രാജേന്ദ്രൻ വിളിച്ചിരുന്നു. നിങ്ങൾ എന്നാ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് ചോദിച്ചു. മുൻപോട്ടിറങ്ങി വന്ന പാർവതിയുടെ കാല് തട്ടി 2-3 ചിരാതുകൾ താഴേക്ക് മറിഞ്ഞു വീണു. അവിടെയാകെ എണ്ണ പരന്നു. അയ്യോ, ഞാൻ കണ്ടില്ല. അവർ കാൽ പിൻവലിച്ചു. സാരമില്ല. മാധവ് അതെല്ലാം കൃത്യസ്ഥാനത്ത് എടുത്തു വെച്ചു. നീയൊന്നും പറഞ്ഞില്ലല്ലോ. രാജേന്ദ്രനോട് എന്താ പറയേണ്ടത്? പാർവതി വീണ്ടും ചോദിച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാം അമ്മേ. പെട്ടെന്ന് ലീവ് കിട്ടില്ല. ചിരാതുകളിൽ വീണ്ടും തിരിയിട്ട് എണ്ണയൊഴിച്ചുകൊണ്ട് മാധവ് പറഞ്ഞപ്പോൾ പാർവതിയേക്കാൾ ഏറെ നിരാശ പടർന്നത് തീർത്ഥയുടെ മുഖത്താണ്. മാധവിനോടൊപ്പമുള്ള നിമിഷങ്ങൾ അവർ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കണം. ലീവിൻ്റെ കാര്യം നീ നോക്ക്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ജോലി അതങ്ങ് റിസൈൻ ചെയ്തേക്ക്. നിന്റെ ആ ബാങ്കിലെ ജോലി കൊണ്ട് വേണ്ടല്ലോ മേലെടുത്തുകാർക്ക് കഞ്ഞി കുടിക്കാനായിട്ട്. അതും പറഞ്ഞുകൊണ്ട് മാധവിന് തിരിച്ചൊന്നും പറയാൻ അവസരം നൽകാതെ പാർവതി അകത്തേക്ക് തിരിഞ്ഞു നടന്നു. ആദ്യമായി തൻ്റെ അമ്മായി അമ്മയോട് തീർത്ഥയ്ക്ക് ഇഷ്ടം തോന്നിയ നിമിഷമായിരുന്നു അത്. ഈ അമ്മയുടെ ഒരു കാര്യം. അതും പറഞ്ഞുകൊണ്ട് മാധവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വിടർന്ന മുഖവുമായി നിൽക്കുന്ന തീർത്ഥയെയാണ്. അവളും അങ്ങനെയൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മുഖത്തു നിന്നും അവൻ വായിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ പിന്നെയൊരു എതിർപ്പും അവൻ പറഞ്ഞില്ല. അപ്പോഴാണ് പടിപ്പുര കടന്ന് ഒരു കാർ മുറ്റത്തേക്ക് വന്നത്. ആ നീല സ്വിഫ്റ്റ് കാർ ആർദ്രയുടേതാണെന്ന് മാധവിന് മനസ്സിലായി. ഇവളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആർദ്ര കാറിൽ നിന്നും ഇറങ്ങി. സോറി, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. അബദ്ധം പിണഞ്ഞ മട്ടിൽ ചിരിച്ചുകൊണ്ട് അവൾ മാധവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ? അവൻ്റെ ശബ്ദത്തിന് ഉൾക്കനം. ഒന്ന് വരാമോ? അതും പറഞ്ഞുകൊണ്ട് അവൾ കുറച്ച് നീങ്ങി നിന്നു. സംശയത്തോടെ നിൽക്കുന്ന തീർത്ഥയെ ഒന്ന് നോക്കിക്കൊണ്ട് മാധവ് അവൾക്കരികിലേക്ക് ചെന്നു. നമ്മൾ അന്ന് പാർക്കിങ്ങിൽ വെച്ച് കാറിലിരുന്ന് സംസാരിച്ചില്ലേ? അപ്പോൾ എൻ്റെ കൈചെയിൻ കാറിൽ വീണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കാമോ? തൻ്റെ ഒഴിഞ്ഞ കൈ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഏയ്, അതൊന്നും കാറിലില്ല. അവളെ ഒഴിവാക്കാനായി അവൻ പറഞ്ഞു. ഇല്ല മാധവേട്ട, കാറിൽ തന്നെ ഉണ്ടാകും. ബാക്കിയുള്ളിടത്തെല്ലാം ഞാൻ അന്വേഷിച്ചു. 1.5 പവൻ്റെ കൈചെയിനാണ്. അതെങ്ങാനും പോയാൽ അച്ഛൻ എന്നെ കൊല്ലും. അവളുടെ സ്വരം ദയനീയമായി. അവളുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു തീർത്ത. എന്നാൽ അവർ പറയുന്നത് എന്താണെന്ന് അവൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് ആരാണ് വന്നതെന്ന് അറിയാനായി ജാനകിയും പാർവതിയും പൂമുഖത്തേക്ക് ഇറങ്ങി വന്നിരുന്നു.